മംഗല്യത്തിനൊരു കൈത്താങ്ങ് ചാരമംഗലം കൈരളി സ്വാശ്രയ സംഘത്തിന്റെ കാരുണ്യ പദ്ധതി മാതൃകയാവും. കഞ്ഞിക്കുഴിയിലെ കൈരളി സ്വാശ്രയ സംഘത്തിന്റെ പുതിയ പദ്ധതിക്ക് പുതുവർഷത്തിൽ തുടക്കമാകുകയാണ്. കഴിഞ്ഞ 20 വർഷങ്ങളായി 20 പേരടങ്ങിയ ഈ കൂട്ടായ്മ പന്തലുകൾ ഒരുക്കി പാത്രങ്ങളും മറ്റലങ്കാരങ്ങളും വാടകയ്ക്ക് നൽകുന്നുമുണ്ട്. 3 കല്യാണത്തിന് ഒരേ സമയം നൽകാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഈ സ്വാശ്രയ സംഘത്തിന് സ്വന്തമായിട്ടുണ്ട്. ദരിദ്ര കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിനാവശ്യമായ പന്തൽ സൗജന്യമായി ഒരുക്കി നൽകുന്ന പദ്ധതിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. പാചക സാധനങ്ങൾ പൂർണ്ണമായും സൗജന്യമായി നൽകും. പദ്ധതിയുടെ ഉദ്ഘാടനം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ നിർവഹിച്ചു. കൈരളി സ്വാശ്രയ സംഘം പ്രസിഡന്റ് ടി.ആർ. മനു അധ്യക്ഷത വഹിച്ചു. സംഘം സെക്രട്ടറി സജിമോൻ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് ആർ. രവികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംഘത്തിൽ നിന്നും വിരമിക്കുന്ന അംഗം മണിയപ്പന് യാത്രയയപ്പ് നൽകി. കേക്ക് മുറിച്ച് പുതുവർഷ ആഘോഷവും ഇവർ സംഘടിപ്പിച്ചു. നമ്മുടെ സമൂഹത്തിലെ ഇതുപോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇടപെടുമ്പോൾ വല്ലാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അവിടെയാണ് കൈരളിയുടെ മംഗല്യത്തിനൊരു കൈത്താങ്ങെന്ന പദ്ധതി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയും അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് വലിയ സാമ്പത്തികത്തിനടക്കം ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ അവരുടെ വീടുകളിലെ ആഘോഷങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതും ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണുകയാണ്. കൈരളി സംഘം രൂപം കൊണ്ടിട്ട് 20 വർഷം പിന്നിട്ടു എന്ന് പറയുമ്പോൾ വലിയ മുന്നേറ്റമാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ മെയിൻസ് വായിച്ചപ്പോൾ അതിനകത്ത് ഒരംഗം പറഞ്ഞ ഒരു വാചകം, നമ്മളിങ്ങനെ ഒരു സ്വാശ്രയ പ്രസ്ഥാനമാണ്. സ്വാഭാവികമായി നമ്മളിൽ നിന്ന് ജനങ്ങൾ വലിയ പ്രതീക്ഷകൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പരിപാടികളും പദ്ധതികളും പരമാവധി അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു അംഗത്തിൻ്റെ അഭിപ്രായം. സ്വാഭാവികമായും സ്വാശ്രയ സംഘങ്ങൾ അങ്ങനെയാവണം നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത്. ഞാനും എൻ്റെ കുടുംബവും എന്ന ആശയത്തിൽ നിന്ന് ഞങ്ങൾ 20 പേരും ഞങ്ങളുടെ കുടുംബവും എന്ന തരത്തിലേക്ക് ചിന്തിക്കുന്ന സ്വാശ്രയ പ്രസ്ഥാനങ്ങളാണിന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായുള്ളത്. എന്തിനു വേണ്ടിയാണോ സ്വാശ്രയ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത്, അതിൻ്റെ ആശയങ്ങൾ അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴും പല സംഘങ്ങളും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വേദനയോടുകൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പല സംഘങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ഇക്കാലത്ത് വീട്ടുമുറ്റത്തെ ബാങ്കുകളെന്ന് അറിയപ്പെടുന്ന സ്വാശ്രയ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ വലിയൊരു മാറ്റമാണ് സൃഷ്ടിച്ചത്. നമുക്കറിയാം, 20 വർഷങ്ങൾക്ക് മുമ്പ്, 25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ ഓരോ പഞ്ചായത്തുകളിലും ആയിരക്കണക്കിന് സ്വാശ്രയ സംഘങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ യാത്രക്കിടയിലെ പല സ്വാശ്രയ സംഘങ്ങളും പ്രവർത്തനം നിലച്ചു. കുറച്ച് നാമമാത്രമായ വിരലിലെണ്ണാവുന്ന സ്വാശ്രയ സംഘങ്ങൾ മാത്രമാണ് ഇന്നും ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത്. അതിൽ വളരെ വളരെ കുറച്ച് സ്വാശ്രയ സംഘങ്ങൾ മാത്രമേ പൊതുജനങ്ങളുടെ സേവനം മുഖ്യ അജണ്ടയാക്കി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. വലിയ സന്തോഷമുണ്ട് കൈരളിയുടെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് കഴിഞ്ഞത്. വളരെ മാതൃകയാക്കാൻ പറ്റുന്ന പ്രവർത്തനമാണ് കൈരളി